അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ളുഹാ നിസ്കാരവും തേങ്ങാ കച്ചവടക്കാരനായ സെയ്താലിക്കയും. ളുഹാ നിസ്കാരം പതിവാക്കിയവരുടെ കണ്ണ് നിറയുന്ന ഒരു മനോഹരമായ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പച്ച തെങ്ങുകളുടെ നാടായ ഒരു കൊച്ചു ഗ്രാമം. അവിടെയായിരുന്നു സെയ്താലിക്കയുടെ താമസം. വലിയ വിദ്യാഭ്യാസമോ സമ്പത്തോ ഇല്ലാത്ത തികച്ചും സാധാരണക്കാരനായ ഒരു പച്ച മനുഷ്യൻ. ഗ്രാമത്തിലെയും അടുത്ത ടൗണിലെയും വീടുകളിൽ നിന്നും പറമ്പുകളിൽ നിന്നും തേങ്ങകൾ ശേഖരിച്ച് അത് തൻ്റെ പഴയ ഗുഡ്സ് ഓട്ടോയുടെ പുറകിൽ കയറ്റി വലിയ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കലായിരുന്നു അയാളുടെ ജോലി. ഗ്രാമത്തിലുള്ളവർ സെയ്താലിക്കയെ എപ്പോഴും വലിയ അത്ഭുതത്തോടുകൂടെയാണ് നോക്കാറുള്ളത്. കാരണം കച്ചവടക്കാർക്കിടയിലെ പതിവ് ബഹളങ്ങളോ വിലപേശലുകളോ നഷ്ടം വരുമ്പോൾ കാണിക്കാറുള്ള വേവലാതിയോ ഒന്നും സെയ്താലിക്കക്കുണ്ടാകാറില്ല. എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി മാത്രം. ഒരിക്കൽ ടൗണിലെ വലിയൊരു ബിസിനസ്സുകാരനും കൗതുകക്കാരനുമായ റഹീം ഹാജി സെയ്താലിക്കയോട് ചോദിച്ചു, അല്ല സെയ്താലിക്ക, ഈ തേങ്ങാ കച്ചവടം എന്ന് പറഞ്ഞാൽ വലിയ ലാഭനഷ്ടങ്ങളുടെ കളിയല്ലേ? വണ്ടി വാടക, വിലക്കുറവ്, ചീഞ്ഞ തേങ്ങകൾ, ഇങ്ങനെ എത്രയോ പ്രശ്നങ്ങളില്ലേ? എന്നിട്ടും നിങ്ങൾ എപ്പോഴും ഇത്ര കൂളായിരിക്കുന്നത് എങ്ങനെയാണ്? എന്താണ് നിങ്ങളുടെ ആ രഹസ്യം? സെയ്താലിക്ക തൻ്റെ ഓട്ടോയുടെ സീറ്റിനടിയിൽ സൂക്ഷിച്ച വെളുത്ത തൊപ്പിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ആജിയരെ, എൻ്റെ കച്ചവടത്തിൻ്റെ പാർട്ട്ണർ അള്ളാഹുവാണ്. ആ പാർട്ട്ണർഷിപ്പ് ഉറപ്പിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഞാൻ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യത്തിലൂടെയാണ്. റഹീം ഹാജിക്ക് താല്പര്യമായി. അതെന്താ സെയ്താലിക്ക അങ്ങനെ ഒരു കാര്യം? സെയ്താലിക്ക തൻ്റെ കഥ പറയാൻ തുടങ്ങി. പ്രിയമുള്ള ആജിയരെ, വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു കടുത്ത സാമ്പത്തിക ബാധ്യതയുള്ള കാലമുണ്ടായിരുന്നു. ഒരു തേങ്ങ വാങ്ങാൻ പോലും കയ്യിൽ ക്യാഷ് ഇല്ലാത്ത അവസ്ഥ. അന്ന് ഞങ്ങളുടെ മഹല്ലിലെ ഉസ്താദാണ് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നത്. രാവിലെ സൂര്യൻ ഉദിച്ച് അല്പം ഉയരുന്ന ഒരു സമയമുണ്ട്. ദുനിയാവ് ഉണർന്ന് ആളുകൾ പണത്തിൻ്റെ പിന്നാലെ പായുന്ന ആ തിരക്ക് പിടിച്ച സമയം. ആ സമയത്ത് ദുനിയാവിൻ്റെ സകല ചിന്തകളും മാറ്റിവെച്ച് അള്ളാഹുവിനായി 2 റക്അത്ത് ളുഹാ നിസ്കരിക്കാൻ ഉസ്താദ് എന്നോട് പറഞ്ഞു. ശരീരത്തിലെ 360 ജോയിൻറ്റുകൾക്കും സദഖ ചെയ്ത പ്രതിഫലമാണ് ആ 2 റക്അത്തിനുള്ളത്. അന്ന് മുതൽ ഇന്നുവരെ വണ്ടിയിൽ തേങ്ങ നിറച്ച് കച്ചവടത്തിന് ഇറങ്ങുന്നതിൻ്റെ മുൻപ് ഞാൻ അടുത്തുള്ള പള്ളിയിൽ കയറി ആ 2 റക്അത്ത് ളുഹാ നിസ്കരിക്കും. എന്നിട്ട് മനസ്സ് നിറഞ്ഞു കവിഞ്ഞ്, റബ്ബേ, എൻ്റെ ഇന്നത്തെ റിസ്ക് നിൻ്റെ കയ്യിലാണ് എന്ന് ദുആ ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് കയറിയാൽ പിന്നെ എനിക്ക് ഒരു ടെൻഷനുമില്ല. കാരണം എൻ്റെ വണ്ടി ഓടിക്കുന്നത് ഞാനാണെങ്കിലും ഇതിലെ തേങ്ങകൾ വിറ്റ് തരുന്നത് അള്ളാഹുവാണ്. ചില ദിവസം വണ്ടിയിൽ പകുതിയും ചീഞ്ഞ തേങ്ങകളായിരിക്കും. ഇത് കണ്ട് മറ്റുള്ളവർ സങ്കടപ്പെടുമ്പോൾ പോലും ഞാൻ ചിരിക്കുകയായിരിക്കും. കാരണം എനിക്കറിയാം ഇതിനേക്കാൾ വലിയൊരു നഷ്ടത്തിൽ നിന്ന് ളുഹായുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എന്നെ കാത്ത് രക്ഷിച്ചതാണ് എന്ന്. ചിലപ്പോൾ വലിയ ലാഭം കിട്ടും. അപ്പോൾ ഞാൻ പറയും, ഇത് എൻ്റെ മിടുക്കല്ല, രാവിലത്തെ ആ 2 റക്അത്തിൻ്റെ ബറക്കത്താണെന്ന്. സെയ്താലിക്കയുടെ വാക്കുകൾ കേട്ട് റഹീം ഹാജിയുടെ കണ്ണുകൾ നിറഞ്ഞു. കോടികളുടെ ബിസിനസ് സാമ്രാജ്യം ഉണ്ടായിട്ടും സമാധാനമില്ലാതെ അലയുന്ന തനിക്ക് ഒരു സാധാരണക്കാരനായ തേങ്ങ കച്ചവടക്കാരൻ ജീവിതത്തിലെ ഏറ്റവും വലിയ ബിസിനസ് തത്വം പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതെ, അള്ളാഹുവുമായുള്ള കച്ചവടം. അന്ന് മുതൽ ടൗണിലെ വലിയ മാർക്കറ്റിൽ കച്ചവട തിരക്കുകൾ തുടങ്ങുന്നതിൻ്റെ മുൻപ് റഹീം ഹാജിയും തൻ്റെ ഓഫീസിലെ മുറിയിൽ ളുഹാ നിസ്കരിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നമ്മുടെ ജോലിയോ ബിസിനസ്സോ എന്തുമാകട്ടെ, അതിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുൻപ് പ്രഭാതത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിരാശയോ സങ്കടങ്ങളോ ഉണ്ടാവുകയില്ല. ഐശ്വര്യവും സമാധാനവും നമ്മെ തേടിയെത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.